അല്പം ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം പറയാം. പാലൊക്കെ ഒഴിച്ച് ചായ കുടിക്കുന്നവരാണോ എങ്കിൽ കുറച്ച് പാലൊക്കെ ഒഴിച്ച് ചായ കുടിച്ചാൽ മതി. ജനുവരി മുതൽ പാലിന്റെ വില കൂടിയേക്കാം. പാൽ വില കൂട്ടുന്നതിൽ തീരുമാനമെടുക്കാൻ മിൽമ യോഗം ഇന്ന്. ലിറ്ററിന് 4 രൂപ മുതൽ 6 രൂപ വരെ കൂട്ടാനാണ് ശുപാർശ. ജനുവരിയിൽ വില വർധനയുണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി സൂചിപ്പിച്ചിരുന്നു. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, അപ്പോ ചായ, പാലൊഴിച്ചുള്ള ചായക്ക് ഇനി വില കൂടാനാണ് സാധ്യത അല്ലേ? നമ്മളൊക്കെ തിരുവനന്തപുരത്ത് ഈ വെള്ളച്ചായ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ ചായ പൊടി ഇല്ലാത്ത പാലും വെള്ളം. അപ്പോൾ വെള്ളച്ചായൊക്കെ ഉപേക്ഷിച്ച് ഇനി വെള്ളം കുടിക്കേണ്ടി വരുന്ന അവസ്ഥയാവോ? അത്ര വലിയ വർധനം ഉണ്ടാവില്ല, നേരിയ വർധനമാണോ? എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ന് തീരുമാനം ഉണ്ടാവുമോ? അരുൺ, ഏറെക്കുറെ ഇന്ന് തീരുമാനമുണ്ടാകാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ ഏറെ മാസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഓണക്കാലത്ത് തന്നെ പാൽവില വർധനവ് ഉണ്ടാകണമെന്നുള്ള ആവശ്യം യൂണിയൻ അടക്കമുള്ളവർ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആയിരുന്നു ഈ മാറ്റമുണ്ടായത്. ഏറ്റവും ഒടുവിൽ നവംബർ മാസം മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞത് ജനുവരി മാസം ആദ്യത്തോടു കൂടി തന്നെ പാൽവില വർധനവുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി നൽകിയ ശുപാർശ അനുസരിച്ചായിരിക്കും ഈ പാൽവില വർധനവുണ്ടാവും. എന്തായാലും ലിറ്ററിന് 4 രൂപ മുതൽ 6 രൂപ വരെ വർധനവുണ്ടാകാനാണ് നിലവിൽ നൽകിയിരിക്കുന്ന ശുപാർശ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ മിൽമ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ യോഗം ഇന്ന് മിൽമയുടെ ആസ്ഥാനത്ത് 11 മണിക്ക് ചേരും. ഇതിനുശേഷമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം എന്തായാലും ഉണ്ടാവുക. സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും പാൽവില വർധന ഉണ്ടാവുക എന്നുള്ളത് നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കഴിഞ്ഞ ഏറെക്കാലമായിട്ട് കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. കാരണം തീറ്റച്ചെലവ് അടക്കം വലിയ പ്രതിസന്ധി അവർ നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ലിറ്ററിന് ആദ്യഘട്ടത്തിൽ 10 രൂപയായിരുന്നു മുന്നോട്ട് വെച്ചത്. അത് ഒടുവിൽ 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം യൂണിയൻ മുന്നോട്ട് വെച്ചു. പല ഘട്ടങ്ങളിലും ചേർന്ന യോഗങ്ങളിൽ എറണാകുളം യൂണിയൻ അടക്കം വിട്ടുനിന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഒരു അനുകൂല തീരുമാനമുണ്ടാകും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ജനുവരിയോടുകൂടി തന്നെ അരുൺ ഈ പാൽവില വർധനവ് ഉണ്ടാകുമെന്നുള്ള സാധ്യതകൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ വർധനവിന്റെ കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ തിരുവനന്തപുരത്തുകാര് ഇടയ്ക്ക് പാൽ ചായ വേണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാനൊരു കടയിൽ പോയിട്ട് ചോദിച്ചു പാൽ ചായ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ തലയിങ്ങനെ ഉയർത്തിട്ട് പറഞ്ഞു, ഒന്നുകിൽ പാല് അല്ലെങ്കിൽ ചായ, പാൽ ചായ എന്നൊരു പരിപാടി ഇവിടെ ഇല്ല. പാലൊഴിച്ച് വേണമെങ്കിൽ ചായ തരാം. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് പാൽ ചായ. പാൽ ചായ എന്നൊരു പരിപാടി ഇല്ല സാർ, ഒന്നുകിൽ പാല് അല്ലെങ്കിൽ ചായ. പാല് വെള്ളത്തിലാണ് പാൽ ചായ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പാലിന് വില കൂടുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.